സാന്ത്വനം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ദേവി വഴി കൂടെ പോകുമ്പോഴെല്ലാം ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ശ്രീകലയും ഉദയഭാനും പറയാണ്, മോളിനി കരയണ്ട, എന്തിനാ കരയുന്നത്, അവരെ ഒരു പാഠം പഠിപ്പിക്കും, ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകല പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് ദേവമംഗലത്താണെങ്കിൽ ആകപ്പാടെ എല്ലാവരും തകർന്ന അവസ്ഥയാണ്. കാരണം ആനന്ദിൻ്റെ സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാത്തതാണ്. അപ്പം ഗോമതി പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും ഞാനങ്ങ് വിശ്വസിക്കും, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബാലനാണെങ്കിൽ ആനന്ദിൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പി പറയുന്നുണ്ട്, മോനെ നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നറിയാം, അച്ഛനെ പറ്റിയ ഒരു അബദ്ധം, നീ എന്നോട് ക്ഷമിക്കുക, എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി ക്ഷമ പറയുന്നുണ്ട് ബാലൻ ആനന്ദിൻ്റെ മുന്നിൽ. ഈ സമയത്ത് ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ക്ഷമ വയ്ക്കുന്നത്, നമ്മളെ എല്ലാവരും അയാളെ വിശ്വസിച്ചില്ലേ, നമ്മളെ എല്ലാവരെയും അയാൾ ഒരുപോലെ പറ്റിച്ചില്ലേ, പിന്നെ അച്ഛൻ എന്തിനാ ക്ഷമ വഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആനന്ദ് പറയുന്നുണ്ട്, അത് തന്നെ, അച്ഛൻ എന്തിനാ ക്ഷമ വഹിക്കുന്നത്, എനിക്കും എല്ലാവർക്കും ഒരേപോലെ അബദ്ധം പറ്റി, അയാൾ അത്രയും നന്നായിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിച്ചു, ഇനി അച്ഛൻ മാത്രം എന്തിനാ ക്ഷമ വഹിക്കുന്നത്, അച്ഛൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലനാണെങ്കിൽ ആനന്ദിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഇത് മീനാക്ഷി പറയുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്ത് ശരി, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഏട്ടത്തി ഇവിടുന്ന് പറഞ്ഞു വിടണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോമതി ചൂടായിട്ട് വന്ന് പറയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, മീനു മിണ്ടാതിരുന്നോണം, ഞാൻ പിന്നെ എന്താ വേണം, ഈ കുടുംബം മൊത്തം പറ്റിച്ച് അവളെ പിന്നെ എന്തോ വേണം എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്കെങ്കിലും സത്യം നമ്മളോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്തിലുള്ളവരെല്ലാം നല്ല സന്തോഷത്തിലാണ്. എന്തായാലും ബാലനൊരു പണി കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ. അങ്ങനെ ശ്രീകലയാണെങ്കിൽ ഇപ്പോഴും വാശിയിലും വൈരാഗ്യത്തിലും കള്ളത്തരത്തിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴും കരയുകയാണ് ദേവി, ഭയങ്കര കരച്ചിൽ. കാരണം ദേവിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഒരു താല്പര്യമില്ല. ദേവിയുടെ സ്വർഗമാണ് ദേവമംഗലം, അത് എല്ലാവർക്കും അറിയാം. തിരിച്ച് അവിടെ കയറാതെ ദേവിക്കൊരു സമാധാനമില്ലെന്ന് ശ്രീകലയ്ക്ക് ഉദയഭാനുവിനും അറിയാം. രണ്ടുപേരോട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. രണ്ടുപേരും കാരണമാണ് തൻ്റെ ജീവിതം നശിച്ചതെന്ന് ദേവിക്കറിയാം. എന്നിട്ടും ശ്രീകല ഇപ്പോഴും ബാലനെയും കുടുംബത്തെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, അവരെന്താ ചെയ്തതിൽ തെറ്റ്, അവർ ഇതല്ലാതെ പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഇത്രയും കള്ളത്തരം പറഞ്ഞ് കല്യാണം നടത്തിയത് നമ്മളോട് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്, കേസ് കൊടുക്കാൻ പോകേണ്ടതാണ്, അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ദേവി പറയുന്നുണ്ട്. എന്തായാലും ശ്രീകലയാണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണെങ്കിൽ അച്യുതനാണെങ്കിൽ എന്തായാലും ഒരു അവസരം കിട്ടിയ മാതിരിയാണ്. അച്യുതനാണെങ്കിൽ ആനന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ബാലനെ തകർക്കാൻ ഒരവസരം കിട്ടിയാണ്, ഉദയഭാനുവിനെ ഞാനൊന്ന് വിളിക്കട്ടെ, അയാളെ കുറച്ചും കൂടെ ഓരോന്ന് പറഞ്ഞ് പിരിയേറ്റിട്ട് ബാലനെതിരെ തിരിക്കട്ടെ, ബാക്കി പണി ഉദയഭാനു ശ്രീകലയും കൂടെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അനന്തൻ പറയുന്നുണ്ട്, നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്, അവരുടെ കുടുംബക്കാര്യം അവർ നോക്കിക്കോളും, നമ്മളെന്തിനാ അതിനകത്ത് ഇടപെടുന്നത്, അങ്ങനല്ല, ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായി, എനിക്കാണ് തോൽവി ഉണ്ടത്, അവനെ അങ്ങനെ വിടാൻ പറ്റില്ല, ഈ കാര്യത്തിലൂടെ ബാലൻ തകരണം, അതിനുള്ള കാര്യങ്ങളെല്ലാം ഉദയഭാനു നോക്കിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഉദയഭാനു ആണെങ്കിൽ ഫോൺ എടുക്കുമ്പം ചോദിക്കുന്നുണ്ട്, എന്താ അച്യുതാന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ ആ ബാലൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് പോയതൊട്ട് ശരിയായില്ല, അവിടെ നിന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ച് കയറ്റായിരുന്നു, ഇത്രയും നാൾ ആ വീട്ടിൽ നിന്നിട്ട് ഒരു ദൈവം ഇല്ലല്ലോ അവരെല്ലാവരും കൂടെ ഇറക്കി വിട്ടത്, ഇനി നിങ്ങളുടെ മോടെ ഭാവി എന്താവും, ഇനി എന്ത് ചെയ്യും, അത് മാത്രമല്ല വേറൊരു പെൺകുട്ടി ഇവിടെ ഇല്ലേ, ആ കുട്ടിക്ക് ഇവിടെ നിങ്ങൾ നല്ല ആലോചന വരുമോ എന്നൊക്കെ ചോദിച്ച് അച്യുതനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഞങ്ങളെ ഇറക്കി വിട്ട് ഞങ്ങളുടെ മോളെ ഇനി അങ്ങോട്ട് വേണ്ടെന്നാണ് പറയുന്നത്, അവളും പോകാമെന്നുള്ള തീരുമാനം എടുത്ത്, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉദയഭാനു പറയുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്ത് അവിടെ ബാലനും എതിരെ കേസ് കൊടുക്കുക, അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, സ്ത്രീ പീഡനത്തിനെതിരെ കേസ് കൊടുക്കുക, എല്ലാവരും കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ, അപ്പം അത് അങ്ങനെങ്കിലും സംഭവിച്ചില്ലെങ്കിലും നിങ്ങളുടെ പെൺകുട്ടിയെ തിരിച്ചെടുക്കും, ആ വീട്ടിലേക്ക് അവർക്ക് തിരിച്ചു കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഉദയഭാനു അത് കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞ്, പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോളാൻ പറഞ്ഞ് അച്യുതൻ അങ്ങ് വെക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉദയഭാനു അത് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് ശ്രീകലയുടെ അടുത്ത് പറയുന്നുണ്ട്. അച്യുതൻ പറയുകയാണ് അവിടെ ബാലനും ഗോമതിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ, അപ്പോൾ ആ കേസ് ഭയന്നെങ്കിലും നമ്മളെ മോളെ തിരിച്ച് ആ വീട്ടിലേക്ക് കയറ്റുമെന്നാണ് അയാൾ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ ശ്രീകല പറയണം, അത് ശരിയാണ്, സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അകത്താവും, ദേവി എന്താണോ പറയുന്നത് ആ രീതിയിലെ കേസ് മുന്നോട്ട് പോകത്തുള്ളൂ, തിരിച്ച് അവളെയും നമുക്ക് ദേവമംഗലത്തിൽ തിരിച്ച് കയറ്റാമെന്ന് ശ്രീകല പറയുന്നുണ്ട്. ആ ഗോമതിയല്ലേ പിടിച്ചിറക്കിയത്, അവർക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രീകല പറയുന്നുണ്ട്. നീ എന്തായാലും മോളുമായിട്ടൊന്ന് സംസാരിക്കാൻ ഉദയഭാനു പറയുന്നുണ്ട്. അങ്ങനെ ഉദയഭാനു ശ്രീകലയും കൂടെ നേരെ ദേവിയെടുത്ത് ചെല്ലുകയാണ്. ദേവിയാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്, നീ കരഞ്ഞത് കൊണ്ടൊന്നും ആരും അവിടെ നിന്ന് വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോകത്തില്ല, ഇനി നീ ബുദ്ധിപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലേ നിനക്ക് തിരിച്ചവിടെ കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം ഇത് കേൾക്കും ദേവി ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു കേസ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവിക്ക് നല്ല ദേഷ്യം. ദേവി പറയണം, ഒരു അക്ഷരം മിണ്ടിപ്പോവല്ലേ, ഇനി ഒരു കാര്യത്തിന് ഞാനില്ല, ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണെന്നും പറഞ്ഞ് ചൂടാവുകയാണ് ദേവി. നിന്നെ തിരിച്ച് കയറ്റാനുള്ള വഴിയായി അമ്മ പറഞ്ഞു തരുന്നത്. നീ ആ ബാലനും ഗോമതിക്കെതിരെ ഒരു കേസ് കൊടുക്കുക. അവർ രണ്ടുപേരും കേസ് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിന്നെ തിരിച്ചെടുക്കേണ്ടി വരും. അപ്പം ആ ഒരു ഡിമാൻഡ് അവർ അംഗീകരിക്കുക. അപ്പം നിനക്ക് തിരിച്ച് കയറാം. കേസൊന്നും കൊടുത്ത് അവരെ അകത്താക്കണമെന്നല്ല, കേസൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ഭയപ്പെടുത്താം എന്നൊക്കെ ശ്രീകല പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ രണ്ടുപേരും എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ദേവി ഭയങ്കര ചൂടായിട്ട് ശ്രീകല അടുത്തും ഉദയഭാനുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ ഗോമതിക്കും ബാലനെതിരെ കേസ് കൊടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് ഉദയഭാനുവും ശ്രീകലയും കൂടെ.